സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർവകലാശാലയുടെ ഭൂമി കൈയേറ്റം. മതിൽക്കെട്ടിന്റെ അടിത്തറ നീക്കി മണ്ണ് കടത്തി. ഉന്നത റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരെന്ന ആരോപണം. സിറ്റി ന്യൂസ് എക്സ്ക്ലൂസീവ്. ഭാരതീയ മസ്ദൂർ സംഘം BMS ജില്ലാ സമ്മേളനം 16-ന് കാഞ്ഞങ്ങാട്ട് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. അഴിമതിക്കെതിരെ കാസർഗോഡ് നിന്നും കോട്ടയത്തേക്ക് കേരള യാത്ര നടത്തുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം. സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായ KV നാരായണനെ 15-ന് കാഞ്ഞങ്ങാട്ട് ആദരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന നീതി ബോധന യാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം. പുല്ലൂർ കരക്കകൊണ്ട് ആൽത്തറക്കാൽ മുത്തപ്പൻ മടപ്പുരയിൽ തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർവകലാശാലയുടെ ഭൂമിയിൽ വൻ കയ്യേറ്റം. മതിൽക്കെട്ടിന് ഭീഷണി ഉയർത്തി മണ്ണ് കടത്തി. കേന്ദ്ര സർവകലാശാലയ്ക്കായി പെരിയയിൽ ഏറ്റെടുത്ത ഭൂമിയിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരുടെ കയ്യേറ്റം. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയോട് ചേർന്നുള്ള സർവകലാശാല ഭൂമിയിലാണ് കയ്യേറ്റം നടന്നിട്ടുള്ളത്. ഇവിടെ സർവകലാശാല നാട്ടുകാർക്കായി വിട്ടുകൊടുത്ത റോഡ് പൂർണ്ണമായും കയ്യേറിയ നിലയിലാണ്. സർവകലാശാല ഭൂമി കയ്യേറി JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ വൻതോതിൽ മണ്ണ് നീക്കം ചെയ്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിക്ഷേപിക്കുകയുണ്ടായി. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള 1.5 ഏക്കർ ചെരിവുള്ള പ്രദേശത്താണ് മണ്ണ് നിക്ഷേപിച്ചിട്ടുള്ളത്. സർവകലാശാലക്കായി ഏറ്റെടുത്ത ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഭൂമിയാണ് ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യപ്പെട്ടത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മതിലിനോട് ചേർന്ന് 50 മീറ്ററോളം നീളത്തിൽ മണ്ണ് കടത്തിയോടെ മതിലിന്റെ അടിത്തറയും ഇളകിയിട്ടുണ്ട്. 2 ആഴ്ചക്കാലമായി മണ്ണ് നീക്കം ചെയ്തിട്ടും കഴിഞ്ഞ ദിവസമാണ് മണ്ണ് കടത്തുന്നത് സർവകലാശാല അധികൃതർ ശ്രദ്ധയിൽപ്പെട്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി JCB കസ്റ്റഡി എടുക്കുകയുണ്ടായി. പെരിയക്കടുത്ത് മീങ്ങോം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലേക്കാണ് മണ്ണ് നിക്ഷേപം നടന്നിട്ടുള്ളത്. അതേസമയം ഭൂമി കയ്യേറ്റത്തിൽ ബിനാമി ഇടപാടുകൾ നടന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. അനുദിനം വികസനത്തിലേക്ക് കുതിക്കുന്ന ഈ പെരിയയുടെ ഈ സർവകലാശാലയുടെ പിൻവശത്ത് ഈ നടമാടിയ ഈ മണ്ണെടുപ്പ് ഇവിടുത്തെ അധികൃതരും അതുപോലെ തന്നെ സർക്കാരും കണ്ടില്ലെന്ന് നടിക്കുന്നത് വളരെയധികം വേദനാജനകമാണ്. നമുക്കറിയാം, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മണ്ണെടുപ്പ് രൂക്ഷമായി ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ നടക്കുന്ന സമയത്ത് സർക്കാർ സ്ഥാപനത്തിന് നേരെ പോലും ഇത്തരം ഒരു മണ്ണെടുപ്പ് ഭീഷണി ഉണ്ടാകുന്നത് ആശ്ചര്യമാണ്. നിയമങ്ങൾ കാറ്റിൽ പറന്ന് നടത്തിയ ഭൂമി കയറ്റത്തിനെതിരെ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുമെന്ന് സർവകലാശാലയുടെ എഞ്ചിനീയർ രാജഗോപാൽ പറഞ്ഞു. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്രയും 12 അടി താഴ്ചയിൽ ഇത് വെട്ടിത്താത്തേക്കുവാണ്. എന്നിട്ട് ഇത്രയും ഭാഗത്ത് മണ്ണും കൊണ്ടാണ് അത് ഫില്ല് ചെയ്തേക്കുന്നത്. സർവകലാശാല അതിനുവേണ്ട നിയമ നടപടികൾ സ്വീകരിച്ചു. അന്നേരം തന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ജില്ലാ കളക്ടറെയും ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചിട്ടുണ്ട്. അവരെന്നെ നിയമ നടപടി സ്വീകരിച്ച് ഇതിനകത്ത് എന്തെല്ലാം നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും, അതുപോലെ സർവകലാശാല അങ്ങോട്ട് പോയി സർവകലാശാലയുടെ പ്രോപ്പർട്ടി സർവകലാശാല എന്ത് വില കൊടുത്തും നിലനിർത്തും. കാസർഗോഡ് ജില്ലയ്ക്ക് അഭിമാനമാകുന്ന കേന്ദ്ര സർവകലാശാല എത്തിയതോടെ പ്രദേശത്തെ വസ്തുവിലയിലുണ്ടായ മാറ്റമാണ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരെ ഇവിടത്തേക്ക് ആകർഷിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ പകൽക്കൊള്ളയാണ് ഒരു മറവുമില്ലാതെ ഇവിടെ നടത്തിയിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമായി നാട്ടുകാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. രാജ്യം അഭിമാനത്തോടുകൂടി കാണുന്ന കേന്ദ്ര സർവകലാശാലയുടെ ഭൂമിയും നാട്ടുകാർക്കായി സർവകലാശാല വിട്ടുകൊടുത്ത റോഡും പൂർണ്ണമായും കയ്യേറിയ നിലയിലാണ് ഇവിടെ കാണപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് സർവകലാശാല അധികൃതർ അറിയിക്കുന്നത്. ക്യാമറമാൻ ദിനേശോടൊപ്പം സിറ്റി ന്യൂസിന് വേണ്ടി അനിൽ പുളിക്കാൽ. അഴിമതിക്കെതിരെ കാസർഗോഡ് നിന്നും കോട്ടയത്തേക്ക് കേരള യാത്ര നടത്തുമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ കാഞ്ഞങ്ങാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഴിമതിക്കെതിരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വഴി കോട്ടയത്തേക്ക് പാർട്ടി ചെയർമാൻ PC തോമസിന്റെ നേതൃത്വത്തിലാണ് കേരള യാത്ര സംഘടിപ്പിക്കുന്നത്. പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന കൃഷിക്ക് തന്നെ പ്രത്യേക ബജറ്റ് എന്ന ആശയവും കേരള യാത്രയിൽ വിഷയമാകും. അഭിപ്രായം അവര് പാനലിൽ കൂടി രേഖപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് തോന്നുന്നു ഡൽഹിയിലെ ഒരു കക്ഷിയുടെ വലിയ ഒരു വിജയം. വേറെ കാരണങ്ങൾ കാണാം, പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാരണം ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് കണ്ടാൽ വീഴ്ചകൾക്കെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കാനായിട്ട് ജനങ്ങൾ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു രീതിയും ആവശ്യമായിരുന്നു. അതും പലപ്പോഴും ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി വാസ്തവത്തിൽ ഞങ്ങൾക്ക് കേരള കോൺഗ്രസ് എന്ന പേര് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
2 വർഷത്തെ കേസിന് ശേഷം വിവിധ കേരള കോൺഗ്രസുകളിൽ കേരള കോൺഗ്രസ് എന്ന നാമം ഞങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ബാബു, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഹരിപ്രസാദ്, സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ തണ്ണോട്ട്, ഇമ്മാനുവൽ കാപ്പ്, രാജീവ് ജേക്കബ്, ബാലഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഏരിയ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ശമ്പള പരിഷ്കരണം സമയബന്ധിതമായി നടപ്പിലാക്കാൻ നടപടി വേണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം MK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പവിത്രൻ കൊടക്കാൽ അധ്യക്ഷനായി. PM നന്ദകുമാർ രക്തസാക്ഷി പ്രമേയവും ശങ്കരനാരായണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി VV പുരുഷോത്തമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ടിൽ ശങ്കരനാരായണൻ, തമ്പാൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ മസ്ദൂർ സംഘം BMS ജില്ലാ സമ്മേളനം 16-17 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഭാരതീയ മസ്ദൂർ സംഘം BMS കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 16-17 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. ഫെബ്രുവരി 16 രാവിലെ 10:30 കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ പരിസരത്ത് നിന്നും പ്രകടനം ആരംഭിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട്ട് 13 വൈകിട്ട് 5 മണിക്ക് വിളംബര ജാഥ നടക്കും. 16 രാവിലെ 11:30 മെട്രോ പ്ലാസ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്വർഗീയ PT റാവുജി നഗറിൽ പൊതുസമ്മേളനം നടക്കും. BMS കേരള സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി MP രാജീവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. BMSന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഈ ഫെബ്രുവരി 16-17 തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ്. 16 നമ്മുടെ മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ പരിസരത്ത് നിന്ന് നമ്മുടെ പ്രകടനം ആരംഭിക്കും. ഇപ്പോൾ 10,000-ത്തിലധികം ആളുകൾ, തൊഴിലാളികളെ അണിനിരത്താനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏതാണ്ട് 292 യൂണിറ്റുകളിൽ നമ്മുടെ പ്രവർത്തനം സജീവമായി നടക്കുന്നു. BMSന്റെ യൂണിറ്റുകളാണ് ഞാൻ പറഞ്ഞ എണ്ണം. 17 രാവിലെ 10 മണിക്ക് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ BMS കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കാഞ്ഞങ്ങാട്ട് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. P ദാമോദര പണിക്കർ, VV ബാലകൃഷ്ണൻ, T കൃഷ്ണൻ, അഡ്വക്കേറ്റ് സുകുമാരൻ, BB സത്യനാഥ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ KV നാരായണന് 15-ന് കാഞ്ഞങ്ങാട്ട് വ്യാപാര ഭവനിൽ ആദരിക്കൽ ചടങ്ങ് നടത്തും. ഡോക്യുമെന്ററി പ്രകാശനവും നടക്കും. സ്വാതന്ത്ര്യ സമര സേനാനിയും സഹകാരിയുമായ KV നാരായണന് 15-ന് നൽകുന്ന ആദരം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഡോക്യുമെന്ററി പ്രകാശനവും നടക്കും. KV നാരായണന്റെ ജീവിതത്തെ ആസ്പദമാക്കി തത്വമസി ഫിലിംസിന്റെ ബാനറിൽ കാരളി പ്രൊഡക്ഷൻസിനായി ബാബുദാസ് കോടത്ത് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ പ്രകാശനമാണ് നടക്കുന്നത്. ആ ഡോക്യുമെന്ററിയുടെ പ്രകാശന കർമ്മം ഈ ഫെബ്രുവരി 15-ാം തീയതി 3:30 മണിക്ക് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് കേരളത്തിലെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കുകയാണ്. ശ്രീ KV വേണ്ടത്ര പരാമർശങ്ങൾ ലഭിക്കാതെ പോയ ഒരു സ്വാതന്ത്ര്യ സമര ഘടനാണ് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ പ്രദേശങ്ങളിൽ. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ, KT ജോയ്, C ഗംഗാധരൻ, ചന്ദ്രൻ കാരളി എന്നിവർ പങ്കെടുത്തു. TN പ്രതാപൻ MLA നയിക്കുന്ന തീരദേശീയ യാത്ര 15-ന് പ്രയാണം ആരംഭിക്കും. കാസർഗോഡ് കടപ്പുറത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല യാത്ര ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിറന്ന മണ്ണിൽ ജീവിക്കാനായി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് TM പ്രതാപൻ MLAയുടെ നേതൃത്വത്തിൽ തീരദേശ യാത്ര സംസ്ഥാനത്ത് പര്യടനം നടത്തുന്നത്. ഫെബ്രുവരി 15-ന് കാസർഗോഡ് കടപ്പുറത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല യാത്ര ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ KV തോമസ് MP ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. വിവിധ ജില്ലകളിലെ പര്യടനങ്ങളിൽ
കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം AK ആന്റണി, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് VM സുധീരൻ, സംസ്ഥാന മന്ത്രിമാർ, AICC, KPCC ഭാരവാഹികൾ, MPമാർ, MLAമാർ തുടങ്ങിയ നേതാക്കളും UDF ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഏറെ ദോഷകരമായി ബാധിക്കുന്ന ഡോക്ടർ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം റദ്ദാക്കുക, മത്സ്യത്തൊഴിലാളി സമൂഹത്തെ പിറന്ന മണ്ണിൽ ജീവിക്കുവാൻ അനുവദിക്കാത്ത തീരദേശ പരിപാലന നിയമത്തിലെ വ്യവസ്ഥകൾ മാറ്റം വരുത്തുക, മത്സ്യബന്ധനത്തിനാവശ്യമായ മണ്ണെണ്ണ സബ്സിഡി നിരക്കിൽ അനുവദിക്കുക, തീരദേശത്തെ അർഹമായ മുഴുവൻ ജനങ്ങൾക്കും പട്ടയം നൽകുക, മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്രാ പര്യടനം നടത്തുന്നത്. 16-നായിരിക്കും ജില്ലയിൽ യാത്രാ പര്യടനം നടത്തുക. കോട്ടിക്കുളം, കാഞ്ഞങ്ങാട്, നീലേശ്വരം, മാവിലാക്കടപ്പുറം, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 15 മുതൽ 28 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നയിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ TN പ്രതാപൻ MLA നയിക്കുകയാണ് ജാഥ. സംഘാടക സമിതി ഭാരവാഹികളായ PA അഷ്റഫ് അലി, VR വിദ്യാസാഗർ, R ഗംഗാധരൻ, G നാരായണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന നീതിബോധന യാത്രയ്ക്ക് സ്വീകരണം നൽകി. അതിഞ്ഞാലിലാണ് സ്വീകരണം നൽകിയത്. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന നീതിബോധന യാത്രയ്ക്ക് അതിഞ്ഞാലിൽ സ്വീകരണമൊരുക്കി. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് എന്നും അതിൻ്റെതായ കൂടി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സത്യത്തിന്റെ മാതൃകയിൽ തന്നെ അത് നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായിരുന്നാലും നമ്മൾ ഇൻഷാല്ലാ നമ്മുടെ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് നയിക്കുന്ന SKSFന്റെ മഹത്തായ ജാഥയെ സമ്മേളനം വിജയിപ്പിക്കേണ്ട കടമ കാസർഗോഡ് ജില്ലയിൽ നിന്ന് നമ്മുടെ കടമയാണ്. എല്ലാ സ്ഥലത്തും വാഹനങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് എവിടെയും ബസ്സോ മറ്റ് വാഹനങ്ങളോ കിട്ടാനില്ല. ആ പരിസ്ഥിതിയാണ് ഉള്ളത്. അതായത് നമ്മൾ ഈ സമ്മേളനം അതിഗംഭീരമായി വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അള്ളാഹുവിന്റെ നാമത്തിൽ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ ഖത്തർ ഇബ്രാഹിം ഹാജി, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, സത്താർ പന്തല്ലൂർ, അബ്ദുൾ റസാഖ് ബുസ്താനി എന്നിവർ പ്രഭാഷണം നടത്തി. M മൊയ്തു മൗലവി, TP അലി ഫൈസി, P ഇസ്മായിൽ മൗലവി, മുബാറക് അസൈനാർ, കൂളിക്കാട് കുഞ്ഞബ്ദുള്ള, അബൂബക്കർ മാസ്റ്റർ, ഷറഫുദ്ദീൻ കുണിയ, ബഷീർ വെള്ളിക്കോത്ത്, C കുഞ്ഞാമദ് ഹാജി പാലക്കി, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, പാലാട്ട് ഹുസൈൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. KU ദാവൂദ് ഹാജി സ്വാഗതവും PM ഷുക്കൂർ നന്ദിയും പറഞ്ഞു. CPM പ്രവർത്തകർ കുമ്പള CI ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DYFI പ്രവർത്തകനായിരുന്ന കുമ്പള ശാന്തി പള്ളത്തെ മുരളീധരനെ കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. DYFI പ്രവർത്തകനായിരുന്ന കുമ്പള ശാന്തിപ്പള്ളത്തെ P മുരളീധരനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPM കുമ്പള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CI ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൊലപാതകത്തിൽ ഗൂഢാലോചന നടത്തിയവർ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നും CPM ആവശ്യപ്പെട്ടു. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ചിന് ശേഷം നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇരട്ട നീതി പാടില്ല. CPM-കാർക്കും കോൺഗ്രസിനും BJP-ക്കും ഒരേ നീതി നടപ്പിലാക്കണം. അത് നടപ്പിലാക്കുന്നുണ്ടോ? എവിടെ പോയി അന്വേഷണം? ഞാൻ ചോദിക്കട്ടെ, ഒരു BJP-കാരനാണ് കൊലയപ്പെട്ടതെങ്കിലോ ഇവിടെ എന്തൊക്കെ നടക്കുമായിരുന്നു? എത്ര ഫോൺ പരിശോധിക്കുമായിരുന്നു? ആരെല്ലാം പ്രതിയാവുമായിരുന്നു? പത്രങ്ങൾ എന്തൊക്കെ എഴുതുമായിരുന്നു? പക്ഷെ മരിച്ചത് CPM-ആണ്, മുരളീധരനാണ്. ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ അന്നേരം ആവശ്യപ്പെട്ടു DYFI രഞ്ജിത്തിനെ മാറ്റി നിർത്തണം. ഏരിയ സെക്രട്ടറി P രഘുദേവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ, CA സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുമ്പള. അഭിഭാഷക രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട അഡ്വക്കേറ്റ് E ശ്രീധരൻ നായരെ ആദരിക്കുന്നു. ഹോസ്ദുർഗ് ബാർ അസോസിയേഷനാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. അഭിഭാഷക രംഗത്ത് 50 വർഷം വിജയകരമായി പൂർത്തിയാക്കിയ അഡ്വക്കേറ്റ് E ശ്രീധരൻ നായരെ ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ ആദരിക്കുന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ചടങ്ങ് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് A മുഹമ്മദ് മുസ്താഖ് ഉദ്ഘാടനം ചെയ്യും. 2015 ഫെബ്രുവരി 16 ശനിയാഴ്ച കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കിയ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് A മുഹമ്മദ് മുസ്താഖ് അവരാണ്.
രാവിലെ 10 മണിക്ക് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നതാണ്. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബാർ അസോസിയേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, അഡ്വക്കേറ്റ് ജീവാനന്ദ്, അഡ്വക്കേറ്റ് പി കെ സതീശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുളു ബില്ലവ സമുദായത്തിൽപ്പെട്ട പൂജാരിമാർക്ക് സർക്കാർ ആനുകൂല്യം നൽകണമെന്ന് ബില്ലവ സേവാ സംഘം ആവശ്യപ്പെട്ടു. കാസർഗോഡ് ജില്ലയിൽ മാത്രമുള്ള സമുദായമാണ് തുളു ബില്ലവ സമുദായം. ശ്രീ ധൂമാവതി, ബൈദർക്കളഗരടി എന്നീ ദൈവങ്ങളെ ആരാധിച്ചു വരുന്ന ബില്ലവ സമുദായം സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുകയാണെന്ന് ബില്ലവ സേവാ സംഘം ഭാരവാഹികൾ പറഞ്ഞു. സമുദായത്തിന് കീഴിൽ 60-ലേറെ ദൈവസ്ഥാനങ്ങളുണ്ട്. ഇവിടങ്ങളിലായി 250-ലേറെ പൂജാരിമാർ ഒരു പ്രതിഫലവുമില്ലാതെ ദൈനംദിന പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരുന്നു. അതിനാൽ മറ്റു സമുദായത്തിൽപ്പെട്ട പൂജാരിമാർക്ക് ലഭിക്കുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ തുളു ബില്ലവ സമുദായത്തിൽപ്പെട്ട പൂജാരിമാർക്കും നൽകണമെന്ന് കാസർഗോഡ് ചേർന്ന ബില്ലവ സേവാ സംഘം യോഗം ആവശ്യപ്പെട്ടു. കടന്തക്കാട് ശ്രീനാരായണ ഗുരു ഭവനിൽ നടന്ന യോഗം കാളിയങ്കാട് മൂകാംബിക ക്ഷേത്രം ധർമ്മദർശി മഹാലിംഗപാത്രി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ. നമുക്ക് നമ്മ ധർമ്മക്ഷേത്രവും നമുക്ക് വന്ന് എണ്ണത്തെ കാര്യങ്ങളും അതാവുന്നു. അതിന് ഏറേറെപ്പോഴും ಹೆಚ್ಚೆಚ್ಚರಾವಳು അതിന് ചെയ്യുന്ന വ്യവസ്ഥ നമ്മളൊപ്പം ചെയ്യും. ഇത് പുരുഷോത്തരൊപ്പം ചെയ്യും. ಆ ರೀತಿ ಅದನ್ನ ಲೆಕ್ಕ ಮರೆಯಲ್ಲ, ಅದನ್ನ ಆ ರೀತಿ ಬಿಡುಗಡೆ ಮಾಡಿದಲ್ಲ ಅಂಜನ ವ್ಯವಸ್ಥೆ ಏರಲ ಇದು ವಿಧಾನದಲ್ಲಿ ಆಧುನಿಕ ರೀತಿಯ ವ್ಯವಸ್ಥೆ ಲೋಕದ ಜನಗಳು ಅಳವಡಿಸಿರಬಹುದು ತಿಳಿದು ಬಂದು ಅಪ್ಪನ ಸ್ವಂತ ಅಭಿಪ್ರಾಯ ಪ್ರಕಾರ ಕಾರ್ಯಕ್ರಮ ಮುಂದುವರಿಯುತ್ತಿಲ್ಲ. ಐಕ್ಯದ ಸರಿಯಾದ ವ್ಯವಸ್ಥೆಗಳು ಇಚ್ಛಿದೆ ಇಡಮಟ್ಟ ನಮ್ಮ ತೀರ್ಮಾನ ಮಾಡ್ತಾರೆ ವ್ಯವಸ್ಥೆ ಗೊತ್ತಾಗಬಹುದು. നാരായണ പൂജാരി, കോട്ടേക്കാർ ലിംഗപ്പ പൂജാരി, സഞ്ജീവ പൂജാരി, കെ ഭാസ്കരൻ, നാരായണ പൂജാരി, പുത്തൂർ കൊട്ടിയ തുടങ്ങിയവർ സംസാരിച്ചു. SYS 60ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള റോഡ് മാർച്ച് ജില്ലയിൽ പര്യടനം തുടങ്ങി. കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. SYS 60ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായാണ് റോഡ് മാർച്ച് സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂരിൽ നിന്നും സയ്യദ് അബ്ദുൾ റഹ്മാൻ ഇമ്പിച്ചിക്കോയ അൽബുഖാരി തങ്ങൾക്ക് SYS സംസ്ഥാന ഉപാധ്യക്ഷൻ KP അബൂബക്കർ മുസ്ലിയാർ പതാക കൈമാറുകയുണ്ടായി. 60 അംഗ സന്നദ്ധ സംഘവും 100ഓളം സ്ഥിരാംഗങ്ങളും ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. ജാഥയ്ക്ക് തെക്കേപ്പുറത്ത് സ്വീകരണം നൽകി. 100കണക്കിന് പ്രവർത്തകർ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കാനെത്തി. അജാനൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിലെ കലോത്സവ വിജയികളെ അനുമോദിച്ചു. യൂണിഫോം വിതരണവും നടന്നു. അജാനൂർ മാപ്പിള ഗവൺമെന്റ് LP സ്കൂളിലെ കലോത്സവ വിജയികളെ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം ഷീബ ഉമർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ വേണ്ടത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നന്നായി പഠിക്കുക എന്നുള്ളതാണ്. എല്ലാ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്, നന്നായിട്ട് പഠിക്കാം. അതേപോലെ ഇവിടെ ഇപ്പോൾ മേശപ്പുറത്തിരിക്കുന്ന ട്രോഫികളും അതുപോലെ സർട്ടിഫിക്കറ്റുകളും കുട്ടികളുടെ നമ്മുടെ ചെറിയ കുട്ടികളാണെങ്കിലും അവരിപ്പോൾ സമ്മാനങ്ങൾ നേടിയതാണ്. അത് കൊടുക്കുന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ മാർച്ച് 7 നമുക്കൊരു വാർഷിക പരിപാടി നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ വാർഷിക പരിപാടി നമുക്ക് ഓർമ്മയുണ്ട വളരെ നല്ല രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു. അത് മുഴുവനായിട്ട് കാണാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ C കുഞ്ഞാമത് പാലക്കി യൂണിഫോം വിതരണം ചെയ്തു. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളോട് പറയാനുള്ളത്, ഭാവിയിൽ ആരാവുന്ന നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ വിദ്യാഭ്യാസവും പിന്നെ മറ്റു നല്ല സ്വഭാവത്തോടു കൂടി വളരണമെന്നില്ല ഒരു മാനസികാവസ്ഥയിലും വളരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. MMC ചെയർമാൻ PV മൊയ്തു അധ്യക്ഷനായി. മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗ് മാനേജർ ഷംസുദ്ദീൻ പാലക്കി യൂണിഫോം വിതരണം ചെയ്തു. ചടങ്ങിൽ SK കുട്ടൻ, കുഞ്ഞി മൊയ്തീൻ, CH സുലൈമാൻ, അബ്ദുള്ള മൗവൽ, K മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക A സാവിത്രി സ്വാഗതം പറഞ്ഞു. പുല്ലൂർ കരക്കക്കുണ്ട് ആൽത്തറക്കാൽ മുത്തപ്പൻ മടപ്പുരയിൽ തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. അനുഗ്രഹം തേടി 100 കണക്കിന് ഭക്തജനങ്ങൾ എത്തി. പുല്ലൂർ കരക്കക്കുണ്ട് ആൽത്തറക്കാൽ മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട ഉത്സവത്തിന് സമാപനം.
തിരുവപ്പന വെള്ളാട്ടം ദർശിക്കാനായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ മടപ്പുരയിലെത്തി. കാഴ്ച കമ്മിറ്റിയുടെ കരിമരുന്ന് പ്രയോഗവും നടന്നു. പ്രസാദ വിതരണവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർവകലാശാലയുടെ ഭൂമി കൈയേറ്റം. മതിൽക്കെട്ടിന്റെ അടിത്തറ നീക്കി മണ്ണ് കടത്തി. ഉന്നത റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരെന്ന ആരോപണം. സിറ്റി ന്യൂസ് എക്സ്ക്ലൂസീവ്. ഭാരതീയ മസ്ദൂർ സംഘം BMS ജില്ലാ സമ്മേളനം 16-ന് കാഞ്ഞങ്ങാട്ട് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. അഴിമതിക്കെതിരെ കാസർഗോഡ് നിന്നും കോട്ടയത്തേക്ക് കേരള യാത്ര നടത്തുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം. സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായ KV നാരായണനെ 15-ന് കാഞ്ഞങ്ങാട്ട് ആദരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന നീതി ബോധന യാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം. പുല്ലൂർ കരക്കകൊണ്ട് ആൽത്തറക്കാൽ മുത്തപ്പൻ മടപ്പുരയിൽ തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.